ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിൽ, ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ, നമ്മുടെ ദേശീയ ഉത്സവം ഭാരത് ബന്ദ് വന്നിരിക്കുന്നു. നിങ്ങൾ അറിഞ്ഞു, നമ്മുടെ ഭാരത് ബന്ദ് പ്രഖ്യാപിച്ചു, അത് നടപ്പിലാക്കി, വിജയിച്ചോ? അല്ല, വിജയിപ്പിച്ചു. നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തൊഴിലാളി സംഘടന അവർ നടത്തിയ ഭാരത് ബന്ദ് കേരളത്തിൽ വിജയിപ്പിച്ചു. പേടിപ്പിച്ച്, അക്രമം കാട്ടി വിജയിപ്പിക്കാൻ അവർ കാണിച്ച തന്ത്രങ്ങൾ പലതായിരുന്നു. പഴയ തന്ത്രങ്ങൾ തന്നെയാണ്. പക്ഷെ ഇവിടെ ഒരു വ്യത്യാസം. ഇന്ന് കേരളം ഭരിക്കുന്നത് 10 വർഷമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അപ്പൊ അവരുടെ തന്നെ തൊഴിലാളി സംഘടന നടത്തുന്ന ഈ സമരം എന്തിന്റെ പേരിലായിരിക്കും? കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എന്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് സബ്ജക്റ്റിലേക്ക് വന്നാൽ, കേരളം നമ്മൾ കണ്ടു. ഒരുപാട് നാളായി ഇപ്പൊ നമ്മൾ കണ്ടിട്ട് ഒരു ഹർത്താലോ പണിമുടക്കോ അല്ലെങ്കിൽ ഒരു ഭാരത് ബന്ധോ ആയിട്ട്. ഭാരത് ബന്ദ് എന്ന് പറയുന്നത് കയറി കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് ഭാരതം. ഇന്ത്യയിൽ മുഴുവൻ ഉണ്ടാകുന്ന ഒരു ബന്ധാണ് ദേശീയ പണിമുടക്ക്, ഭാരത് ബന്ദ് എന്നൊക്കെ പറയുമ്പോൾ ടോട്ടൽ ഇന്ത്യയിലാണ്. ഹർത്താൽ എന്നൊക്കെ പറയുമ്പോഴാണ് ചിലപ്പോൾ ഒരു സ്ഥലം അല്ലെങ്കിൽ ഒരു സംസ്ഥാനം അല്ലെങ്കിൽ ഒരു ജില്ല കേന്ദ്രീകരിച്ച് നടക്കുന്നത്. പക്ഷെ ഇത് ഭാരത് ബന്ദ് ആണ് കേട്ടോ. അവർ പ്രഖ്യാപിച്ചപ്പോഴേ ഭാരത് ബന്ദ് ആയിട്ടാണ് പ്രഖ്യാപിച്ചത്. സോ ഇതിന്റെ കാരണം, ഓക്കെ, തൊഴിലാളികൾ, നമുക്ക് ആവശ്യമുള്ള ആൾക്കാരാണ് തൊഴിലാളികൾ ഉണ്ടെങ്കിലേ ജോലികൾ നന്നായി നടക്കൂ. ജോലികൾ ഉണ്ടെങ്കിലേ നമ്മുടെ സാമ്പത്തിക ഘടന മുന്നോട്ട് പോകൂ. കമ്പനികളായാലും എന്താണെങ്കിലും വിജയിക്കൂ. എന്നാലും സംസ്ഥാനത്തിന്റെ കാര്യത്തിലേക്ക് വന്നാൽ നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ നമുക്ക് നന്നായിട്ട് അറിയാം. കടം വാങ്ങി ജീവിക്കുന്ന, കടത്തിൽ മുങ്ങി ജീവിക്കുന്ന ഓരോ കേരളീയനും തലയിൽ ഒരുപാട് കടത്തിന്റെ ഭാരം വെച്ചു കൊടുത്ത ഒരു സംസ്ഥാനം. സ്വന്തമായിട്ട് സാമ്പത്തിക സ്ഥിതി ഏൺ ചെയ്യാനുള്ള ഒരു കാര്യങ്ങളും ഇല്ലാത്ത ഒരു സംസ്ഥാനം. ഇപ്പോഴും വിജയിക്കാൻ വേണ്ടി പല പല തത്രപ്പാടുകൾ, വികസനങ്ങൾ കൊണ്ടുവരാൻ തത്രപ്പാട് പെടുന്ന ഒരു ഗവൺമെന്റ് സംവിധാനമുള്ള ഒരു സംസ്ഥാനം. വിഴിഞ്ഞം പോലുള്ള തുറമുഖങ്ങൾ വന്ന് വിജയിക്കുമെന്ന് പ്രതീക്ഷയിൽ മുന്നോട്ട് പോകുന്ന ഒരു സംസ്ഥാനം. നിങ്ങൾ മനസ്സിലാക്കണം, ഈ ഭാരത് ബന്ദ് എന്തിന്റെ പേരിലാണ് എന്ന്. കോൺട്രാക്റ്റുകൾ കറക്റ്റായിട്ട് നടപ്പിക്കാൻ വേണ്ടിയിട്ട്, കോൺട്രാക്ട് പ്രകാരമുള്ള വർക്കുകൾ, തൊഴിലാളിക്കാനുള്ള ആനുകൂല്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട്, കോൺട്രാക്റ്റിലുള്ള എല്ലാ സംവിധാനങ്ങളും തൊഴിലാളികൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഭാരത് ബന്ദ്, അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള ഭാരത് ബന്ദ്. പക്ഷെ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ന് കേരളം ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ്. ഇന്നെന്ന് പറയുമ്പോൾ ഈ 5 വർഷമല്ല, 10 വർഷമായിട്ട് കേരളം ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ്. എന്തുകൊണ്ട് അവരുടെ ഒരു തൊഴിലാളി സംഘടനയുടെ ഈ പ്രശ്നം അവരുടെ സർക്കാർ മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ വകുപ്പ് മന്ത്രിക്കോ അവരുടെ ഫയൽ കൊണ്ടുവച്ച് അവരുടെ ചർച്ചയ്ക്കെടുത്ത് ഈ ഹർത്താൽ എന്തുകൊണ്ട് അവർക്ക് ഒഴിവാക്കിക്കൂടായിരുന്നു? ഇന്ത്യ മൊട്ടാകെ ഈ ഒരു ഭാരത് ബന്ദ് പ്രഖ്യാപിച്ചപ്പോൾ എന്തുകൊണ്ടാണ് കേരളത്തിൽ മാത്രം ഇത്രയധികം വിജയിക്കാൻ കാരണം? തമിഴ്നാട്ടിലോ ആന്ധ്രയിലോ കർണാടകയിലോ മറ്റൊരു സംസ്ഥാനത്തും ഇന്ത്യയിലും കേരളത്തിലെ പോലെ സ്തംഭിപ്പിച്ചിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കണം, കേരളത്തിൽ ജോലിക്ക് വന്ന ആളുകളെ ഭീഷണിപ്പെടുത്തിയും ശാരീരികമായി ഉപദ്രവിച്ചും അവരെ ജോലിയിൽ നിന്നും പിന്നോട്ട് വലിപ്പിക്കുന്നു. സർവീസ് നടത്തിയ KSRTC ബസിന്റെ ചില്ലുകൾ എറിഞ്ഞുടച്ച് ആർക്കാണ് ഇവർക്ക് അധികാരം നൽകിയത്? ഈ ചില്ലുകൾ എറിഞ്ഞുടയ്ക്കാൻ, പൊതുമുതൽ നശിപ്പിക്കാൻ ഇവർക്ക് ആരാണ് അധികാരം കൊടുത്തത്?
ഇവരുടെ സ്വന്തം പാർട്ടി കേരളം ഭരിക്കുമ്പോൾ, കേരളത്തെ രക്ഷപ്പെടുത്താൻ ഓരോ പ്രവൃത്തികൾ കാണിക്കുമ്പോൾ, KSRTC നഷ്ടത്തിൽ നിന്ന സാലറി കൊടുക്കാൻ പോലും ഇല്ലാത്ത അവസ്ഥയിൽ നിന്ന KSRTCയെ മുന്നോട്ട് കൊണ്ടുവരാനുള്ള തത്രപ്പാടുകൾ നടത്തുമ്പോൾ ഇവർ എന്തിനാണ് കേരളത്തിൽ ഇമാതിരി അക്രമം അഴിച്ചുവിട്ട് ഒരു ഭാരത് ബന്ദ്, അതും കേരളത്തിൽ മാത്രം, മറ്റ് സംസ്ഥാനങ്ങളിൽ ഒന്നുമില്ലാത്തതുപോലെ കേരളത്തിൽ മാത്രം ഇത്ര വിജയിപ്പിക്കാൻ വേണ്ടി തത്രപ്പാടുപെടുന്നത്? നിങ്ങൾ നിങ്ങളുടെ സമരവുമായി മുന്നോട്ട് പോകൂ. ഇതിൽ ജോലി ചെയ്യാൻ താല്പര്യമുള്ള തൊഴിലാളികൾ വന്ന് ജോലി ചെയ്യട്ടെ. സർക്കാർ സംവിധാനങ്ങൾ അവരുടെ തൊഴിലിടങ്ങളിൽ ജോലി ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യട്ടെ. നിങ്ങളുടെ ഭാരത് ബന്ദ്, നിങ്ങളുടെ ഹർത്താല്, നിങ്ങളുടെ പണിമുടക്ക് കാരണം സാധാരണ ജനത്തിന് അല്ലെങ്കിൽ സാധാരണ മനുഷ്യന് അവന്റെ നിത്യസാധനങ്ങൾ, നിത്യകാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്തിനു മുടക്ക് മുതലെടുക്കുന്നു? നിങ്ങളുടെ തൊഴിലാളി പ്രശ്നം നിങ്ങളുടെ കമ്പനിയിൽ വെക്കുക, നിങ്ങളുടെ തൊഴിലിടത്തിൽ വെക്കുക. അതെന്തിനാണ് പൊതു ഇടത്ത്, പൊതുസമൂഹത്തിന് പൊതുവായിട്ട് കൊടുക്കുന്നത്? ഒരാൾക്ക് ഒരു സാധനം വാങ്ങിക്കാൻ എവിടെയെങ്കിലും പോകണം, അവിടെ കോൺട്രാക്ട് ഇല്ല, നിങ്ങളുടെ കമ്പനിക്കകത്താണ് കോൺട്രാക്ട്. മീൻ കടയിൽ അല്ലെങ്കിൽ മീൻ ചന്തയിൽ മീൻ വിൽക്കുന്ന ആൾക്ക് എന്ത് കോൺട്രാക്ട് ആണ് മിസ്റ്റർ? അവൻ അന്നന്ന് കിട്ടുന്ന മീൻ ലേലത്തിലെടുത്ത് കൊണ്ടുവന്ന് വിറ്റ് അവന്റെ കുടുംബം അന്നന്ന് ജീവിക്കുന്ന ഒരാളാണ്. അവൻ എന്ത് സമൂഹത്തിന് എന്താണ് കൊടുക്കേണ്ടത്? നിങ്ങളുടെ തൊഴിലാളികളിൽ, നിങ്ങളുടെ തൊഴിലാളി സംഘടനയിൽ ചേർന്നു എന്നുള്ളത് കൊണ്ടും ചേരാത്തവരെ ഭീഷണിപ്പെടുത്തി ചേർത്തത് കൊണ്ടും നിങ്ങൾക്ക് എന്താണ് നേട്ടം? നിങ്ങളുടെ ഉന്നമനം എന്താണ്? കേരളത്തെ നന്നാക്കുക, അല്ലെങ്കിൽ ജനങ്ങളെ നന്നാക്കുക, തൊഴിലാളികളെ നന്നാക്കുക എന്നാണെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ നിങ്ങൾ ഉന്നയിക്കേണ്ടടുത്ത് ഉന്നയിച്ച് അതിനുള്ള പരിഹാരം നിങ്ങൾ നേടണം. അല്ലാതെ അത് പൊതുമുതൽ നശിപ്പിച്ചും പൊതുജനങ്ങളെ കഷ്ടപ്പെടുത്തിയും ആകരുത്. അവിടെ നിങ്ങളുടെ സംഘടന ഒറ്റപ്പെടും. ഭീഷണിയും ഗുണ്ടായുസവും അല്ല വേണ്ടുന്നത് ഒരു സമരം വിജയിപ്പിക്കാൻ. നമുക്കറിയാം, നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന ഗാന്ധിജി പോലും സമാധാനമായിട്ട് സത്യാഗ്രഹം നടത്തിയാണ് ആ സമരം വിജയിപ്പിച്ചത്. ആക്രമിച്ചും ഒരാളുടെ മുകളിൽ കുതിര കയറിയും അയാളെ ഭീഷണിപ്പെടുത്തിയും വിജയിപ്പിക്കുന്ന സമരം സമരമാണോ എന്ന് നിങ്ങൾ ചിന്തിക്കണം. നിങ്ങൾക്ക് നിങ്ങളുടെ സർക്കാരിനെ വിശ്വാസമില്ല, നിങ്ങളുടെ പാർട്ടി സർക്കാരിനെ വിശ്വാസമില്ലെങ്കിലും ഞങ്ങൾ ജനങ്ങൾക്ക് ആ സർക്കാരിൽ ഒരു വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും തെരഞ്ഞെടുത്ത് രണ്ടാമതൊരു അവസരവും കൊടുത്ത് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് സർക്കാർ കേരളം ഭരിക്കുന്നത്. അടുത്ത വർഷം ഇലക്ഷൻ വരുന്ന സമയമായതുകൊണ്ട് നിങ്ങൾ ആലോചിക്കുക. നിങ്ങൾ തന്നെ നിങ്ങളുടെ പാർട്ടിയെ, നിങ്ങളുടെ സർക്കാരിനെ താഴ്ത്തിക്കെട്ടാനാണ് ശ്രമിക്കുന്നത്.